ശരിക്കും ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താണെന്നറിയാലോ, സായിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ 5ാമത്തെ പിറന്നാളാണ് കേട്ടോ. 5 വർഷം കടന്നു പോയതേ അറിഞ്ഞില്ല. 5 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് സായിക്കുട്ടി എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്തായാലും നമുക്ക് നമ്മുടെ കുഞ്ഞ് എപ്പോഴും ഒരു കുഞ്ഞാവായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സായിക്കുട്ടിക്ക് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് നമ്മളിതേ ഒരു ഷോപ്പിലോട്ട് വന്നേക്കാണ്. അപ്പോൾ സായിക്കുട്ടി കുറേ ദിവസം കൊണ്ട് പറയാണ് ടെൻറ്റ് വേണമെന്ന്. അങ്ങനെ സായിക്കുട്ടിക്ക് ഒരു ടെൻറ്റ് മേടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് ലോഫിലോട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇവിടെ ഒരുപാട് കേക്കുകളുണ്ട്. ഇത് ക്യൂലാപ്പിൽ ഔട്ട്ലെറ്റാണ് കേട്ടോ. അപ്പോൾ സായിക്കുട്ടിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കേക്ക് മേടിച്ചു. നമ്മൾ പേരൊക്കെ എഴുതി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സായിക്കുട്ടിയുടെ കയ്യിലോട്ട് ഞാനൊന്ന് കൊടുത്തപ്പോൾ സായിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇന്ന് ബർത്ത്ഡേക്ക് കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സ്പെഷ്യലായിട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി. പിന്നെ സായിക്കുട്ടിയുടെ ഫേവറേറ്റ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, സേമിയ പായസം. പിന്നെ നമ്മൾ വേറെ കുറച്ച് ഡിഷസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഓരോ ഗസ്റ്റുകൾ ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ സായിക്കുട്ടി ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും സായിക്കുട്ടിക്ക് കുറേ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് കൊണ്ട് സായിക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. സായിക്കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വരച്ചിട്ടുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് കണ്ടപ്പോഴത്തേനും സായിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ചേട്ടനത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മം കൊടുക്കുകയാണ്. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം ചേട്ടന്മാർ ഡെക്കറേഷനൊക്കെ ഏറ്റെടുത്തു. എന്തായാലും ഒട്ടും മോശമാക്കിയില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. സായിക്കുട്ടിയുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് നല്ല രസത്തിൽ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സായിക്കുട്ടിയുടെ ബർത്ത്ഡേ പിന്നെ വിഷുക്കാലായ കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു രാവിലെ സായിക്കുട്ടി കണിയൊക്കെ കണ്ട് എഴുന്നേൽക്കട്ടേന്ന്. അങ്ങനെ ഞാൻ രാവിലെ കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രൂണയിൽ നമുക്ക് കണിക്കൊന്നൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, ബ്രൂണെ കണിക്കൊന്നയാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും വൈകുന്നേരം ഞാൻ ഒന്നും കൂടെ തിരിയൊക്കെ കത്തിച്ച് സായിക്കുട്ടിയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ച് അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കേക്ക് കട്ടിങ്ങിലോട്ട് കടന്നത്. അപ്പോൾ കണിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഓരോ ഗസ്റ്റുകൾ ഇതേ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം പ്രകാശേട്ടനും ഷീച്ചേച്ചിയൊക്കെ വന്നു. അവർ വന്നപ്പോഴത്തേനും സായിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വേഗം മിഠായിയൊക്കെ കൊണ്ടുകൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും സൈന്യമായി മാമനൊക്കെ വന്നിട്ടോ. അപ്പോഴേക്ക് സായിക്കുട്ടി മിഠായി പിടിച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. സായിക്കുട്ടി ഇങ്ങനെ മിഠായി കൊടുക്കാനായിട്ട്. സായിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ഭൂരിപക്ഷം എല്ലാ ബർത്ത്ഡേ നമ്മൾ ബ്രൂണയിൽ തന്നെയാണ് കേട്ടോ ആഘോഷിക്കാറ്. നാട്ടിലാകെ ഒരേ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുള്ളൂ. എല്ലാ പ്രാവശ്യവും സായിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് സായിക്കുട്ടി ബ്രൂണയിലായിരിക്കും. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ എന്തായാലും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും സായിക്കുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും കാണണ്ടേ. അപ്പോൾ നമ്മുടെ ബ്രൂണയിലെ ചെറിയൊരു കുഞ്ഞി ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവരും എൻജോയ് ചെയ്ത് കണ്ടിട്ട് വായോ കേട്ടോ.